ഡോക്ടറോട് പലതവണ ചോദിച്ചു എൻ്റെ പേരിലുള്ള ഈ ചികിത്സ എപ്പോൾ നടക്കുമെന്ന്. അവർക്കൊരുവിധ ഐഡിയയുമില്ല. സാധാരണക്കാരുടെ ഏറ്റവും വലിയ ആശയവും ആശ്രയവുമായിരിക്കേണ്ട ഈ സർക്കാർ ആതുരാലയം വെറും വിഴുപ്പുകെട്ടുകളുടെ ശാപങ്ങളുടെ പറുദീസയായി മാറിയിരിക്കുകയാണ്. എൻ്റെ ജീവൻ എന്തെങ്കിലും അപായം സംഭവിച്ചാൽ ഇവിടുത്തെ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ ഈ വോയിസ് കൊണ്ട് പുറം ലോകത്തെ അറിയിക്കണം. സുഹൃത്തിനയച്ച ശബ്ദരേഖയാണ്. ഇതിൽ വേണു പറയുന്ന ഒരു കാര്യം, വേണു ആദ്യം പറഞ്ഞ യൂണിഫോം ഇട്ട ആളെന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് സെക്യൂരിറ്റി ജീവനക്കാരായിരിക്കാം ഒരു പക്ഷേ. അവിടെ മുതൽ അദ്ദേഹത്തിന് അനുഭവിക്കുകയാണ് അനാസ്ഥ എന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി വളരെ പെട്ടെന്ന് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ടാണ് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്നത്. അവിടെ ഡോക്ടർമാരായാലും നഴ്സുമാരായാലും ചോദ്യങ്ങൾക്ക് ഉത്തരം തരണ്ടേ? പ്രാഥമികമായി ചെയ്യേണ്ട ഒരു കാര്യമാണ്. രോഗിയായാലും കൂട്ടിരിപ്പുകാരായാലും എന്താണ് അടുത്ത നടപടി എന്നുള്ള കാര്യം അവരോട് പറയേണ്ടതേ ഇല്ല എന്ന രൂപത്തിൽ അവഗണിക്കുന്നു എന്നുള്ളതാണ്. മറുപടി പറയാതിരിക്കുകയാണ്. അപ്പോൾ അവരുടെ ചികിത്സയെ സംബന്ധിച്ച് ഇപ്പോൾ ചികിത്സ നൽകി എന്നൊക്കെ ഇപ്പോൾ സൂപ്രണ്ട് എന്നാണ് വിശ്വാസം എന്നാണ് സൂപ്രണ്ട് പറയുന്നത്. ചികിത്സ നൽകി എന്നാണ് വിശ്വാസം എന്നാണ് സൂപ്രണ്ടിൻ്റെ വയറ്റിൽ പറയുന്നത്. ഈ വിശ്വാസം തന്നെയാണ് നമ്മൾ എല്ലാ കാലത്തും കേട്ടിട്ടുള്ളത്. അല്ലാതെ ചികിത്സാ പിഴവെന്ന് ഒരു ഘട്ടത്തിൽ പോലും ഒരു മെഡിക്കൽ കോളേജ് ഡോക്ടർമാരും വന്ന പിഴവുകളിൽ ഒരിക്കലും കുറ്റം സംബന്ധിച്ചായി നമ്മൾ കണ്ടിട്ടില്ല. മെഡിക്കൽ കോളേജ് ഡോക്ടർമാർക്ക് മാത്രം പിഴവ് എന്ന രൂപത്തിലല്ല ഞാൻ പറയുന്നത്. നമുക്കിപ്പോൾ പുറത്തു വരുന്ന കാര്യങ്ങൾ അതായതുകൊണ്ട് അദ്ദേഹം ഹൃദ്രോഗ ചികിത്സയ്ക്ക് 5 ദിവസമായി മെഡിക്കൽ കോളേജിലുണ്ട് എന്നുള്ളതാണ്. ചികിത്സ ലഭിച്ചില്ല എന്ന് പറഞ്ഞ് മണിക്കൂറുകൾക്കകമാണ് മരിക്കുന്നത്. കൊല്ലം പന്മന സ്വദേശിയാണ്.